നല്ല വിചാരങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വചനചിന്തയ്ക്കായി വേദഭാഗം പരിശുദ്ധനായ പത്രോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യമാണ്. നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കുവിൻ. വിശുദ്ധിയെപ്പറ്റിയാണ് ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. വിശുദ്ധി എന്ന പദത്തിൻ്റെ ഗ്രീക്ക് പദം ഹാഗിയോസ് എന്നുള്ളതാണ്. അതിൻ്റെ മലയാള അർത്ഥം മറ്റൊന്നിൽ നിന്നു വേർതിരിക്കപ്പെട്ടത്, ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടത്, സെറ്റ് എപ്പാർട്ട് എന്നൊക്കെയാണ് ഹാഗിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. പരിശുദ്ധമായ മാമോദീസയിലൂടെ നമ്മളെ ദൈവം വിളിച്ച് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനാണ്. ഈ ലോക ജീവിതത്തിൽ വിശുദ്ധനായ ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധിയുടെ പ്രകാശ വസ്ത്രം ധരിക്കേണ്ടതായിട്ടുണ്ട്. മാമോദീസയിലൂടെ ലഭിച്ചതായ പ്രകാശ വസ്ത്രം നമുക്ക് വിശുദ്ധിയുടെ സംരക്ഷണം നൽകുന്നതാണ്. ഈ സംരക്ഷണം നൽകുന്ന വിശുദ്ധിയുടെ കവചം നമുക്ക് ജീവിതത്തിൽ എന്നാളും കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് പരീക്ഷന്മാരും ശാസ്ത്രിമാരും കടന്നു ചെന്ന് പറയുന്നുണ്ട്, നിന്റെ ശിഷ്യന്മാർ കൈകൾ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു, ശുദ്ധിയില്ലാത്ത കൈകൾ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലാണ് അത് വിവരിക്കുന്നത്. കർത്താവ് അതിന് മറുപടി 15-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും വരുന്നതായ വികാര വിചാരങ്ങൾ നമ്മെ അശുദ്ധിയിലേക്ക് നയിക്കും. വിശുദ്ധനായ ദൈവത്തോടെ ചേർന്ന് നിൽക്കണമെങ്കിൽ ഹൃദയശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വാക്കുകളിലും ചിന്തകളിലും പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രതിഫലിക്കുമ്പോൾ നാം വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടുവാൻ തക്കവണ്ണം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ ക്ഷമയും സ്നേഹവും വിശ്വസ്തതയും നമുക്ക് പ്രകടമാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പഠനകാര്യങ്ങളിലും ജോലി കാര്യങ്ങളിലും സത്യസന്ധതയും ഉത്തരവാദിത്വവും നമ്മൾ പ്രകടമാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിൽ നീതിയും കരുണയും നമ്മൾ നിലനിർത്തണം. ദൈവം വിശുദ്ധനായതുകൊണ്ടാണ് നമുക്ക് ആ ദൈവത്തോട് ചേർന്ന് നിൽക്കണമെങ്കിൽ വിശുദ്ധി ആവശ്യമാണ് എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. വിശുദ്ധി എങ്ങനെയാണ് നമുക്ക് ആർജിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്? അതൊരു ദൈവകൃപയാണ്. ദൈവകൃപയുള്ളവർക്ക് മാത്രമേ വിശുദ്ധ ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതൊരു വിളി കൂടിയാണ്. ആ വിളിക്ക് മറുപടി നൽകുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഉത്തരവാദിത്വമാണ്. ആയതിനാൽ പ്രാർത്ഥനയിലൂടെ, വചനധ്യാനത്തിലൂടെ, കൗദാശിക ജീവിതത്തിലൂടെ, ഉപവാസത്തിലൂടെ, നോമ്പിലൂടെ, ദാനധർമ്മങ്ങളിലൂടെയെല്ലാം നമുക്ക് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടുവാൻ തക്കവണ്ണം സാധിക്കും. നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതം പ്രകാശമുള്ളതായി തീരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതം ദൈവത്തിന് അനുരൂപമായി തീരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവസാദൃശ്യം എന്നാളും നിലനിർത്തുവാൻ തക്കവണ്ണം ഈ വിശുദ്ധി നമുക്ക് കാത്തുപരിപാലിക്കേണ്ടതായിട്ടുണ്ട്. ആയതിനാൽ നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ ചിന്തകളിൽ, പ്രവൃത്തികളിൽ ദൈവ സാന്നിധ്യം പ്രതിഫലിക്കുമ്പോഴാണ് നാം ഈ വിശുദ്ധമായ ജീവിതത്തിന് ഒരുങ്ങുന്നത്. അതുകൊണ്ട് ദൈവസാദൃശ്യത്തോടുകൂടി ജീവിക്കുവാൻ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. വിശുദ്ധിയുടെ ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.